തിന്നതും തിന്നതും കുടിച്ചതും എല്ലാം അതേപോലെ വെച്ചിരിക്കുന്നു. മഴകർത്ത എല്ലാം ഞാൻ തന്നെ കഴുകി വയ്ക്കണം. ഇനി തുണിയും കിടക്കുന്നു കഴുകാൻ. അപ്പൊ ജോലി എല്ലാം ചെയ്തു എഴുതി എന്റെ നടു ഓടിയും. വീട്ടിലമ്മയൊക്കെ പോലെ അവിടെ കയറി ഇരുന്നോ? ഒരു വക ചെയ്യണ്ട. ഞാൻ ഉണ്ടല്ലോ എല്ലാം ചെയ്തു തരാൻ. എളുപ്പമുണ്ടല്ലോ ഞാൻ. ചേട്ടാ, ചേച്ചി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെ വിളിക്കുകയും ചെയ്യുന്നു. ഇന്ന് അത് പോയി നോക്കൂ, അതും ഇല്ല. അതും ഇനി ഞാൻ തന്നെ പോയി നോക്കണം. അതിന്റെ ഇടയിൽ ഇവിടെ ആരും ഇല്ലേ? ചേട്ടാ. ആരാ? ആ ചേട്ടാ, ഞാൻ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നായിരുന്നു. എന്ത് പ്രോഡക്റ്റ്? അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങളായിട്ടാ. ഇൻഡക്ഷൻ കുക്കർ പോലുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങള്. വീട്ടിലാവശ്യം എന്ന് പറയുമ്പോ അടുക്കളയിലെത്തേക്ക്. ആ, അടുക്കളയിലെത്തേക്കുള്ള സാധനങ്ങൾ. ഓ, പിള്ളേരൊക്കെ വരാറുണ്ട് ഇവിടെ. അറിയാം എന്തൊക്കെയാണെന്നൊക്കെ. ഞാൻ പരിചയപ്പെടുത്തട്ടെ ഏട്ടാ? പരിചയപ്പെടുത്തിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നല്ലോ കൊച്ചെ. സമ്മതിക്കില്ല, നടക്കൂല. ഇപ്പൊ തന്നെ ഞാൻ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെന്ന് ഇന്നാളെ പറഞ്ഞു. ഒരു ലോഡ് തുണി കിടക്കുന്നു ഇവിടെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അവള് പറയാൻ എന്തിനെന്നറിയാമോ? കൈകൊണ്ട് തിരുമ്മി നനച്ചാലേ അഴുക്ക് പോവുള്ളൂ. ഇതാരും നനയ്ക്കണം? ഞാൻ തന്നെ നനയ്ക്കണം. കൊച്ചിനറിയോ? ആ വടക്കേപ്പുറത്തോട്ട് വന്ന് നോക്ക്, ഒരു ലോഡ് പാത്രം കിടക്കണം. ഇന്നലെ തിന്നതും കുടിച്ചതും എല്ലാം അതേപടി കിടപ്പുണ്ട്. ഇതെല്ലാം ഞാൻ വാരിയിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഇനി ചന്തയിൽ പോകണം, മീൻ വാങ്ങണം, കട്ട് ചെയ്യണം, കറി വെക്കണം, ചോറ് വെക്കണം. ഉള്ള ജോലി അത്രയും ഞാൻ ചെയ്യണം കൊച്ചെ. ഇതെല്ലാം ചെയ്തിട്ട് നടു ഒടിയാണ്. ആരുടെ പേര് ചേട്ടൻ പറയുന്നേ? വേറെ ആരാ? ഒരു ഭദ്രകാളി ഉണ്ടല്ലോ ഇവിടെ. ആരാ? അമ്മയാണോ? അമ്മയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, പാവല്ലേ, വയസ്സായില്ലേ. ഇത് വേറെ ആര്? ഞാൻ പുറകെ നടന്ന് കൊഞ്ചിച്ച് സ്നേഹിച്ച് ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കണില്ലേ, എന്റെ ഭാര്യ. ഭാര്യ കെട്ടിലമ്മ എന്നാണ് അവളെ വിചാരം. ചേട്ടാ, കൊറേ വീട് കയറി ഇറങ്ങി ചേട്ടാ, എന്തേലും ഒന്ന് മേടിക്കേട്ടാ. കൊച്ചിനെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഒരു വിധത്തിൽ സമ്മതിക്കൂല. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേട്ടാ. എങ്കിലേ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവളോടത്തൊന്ന് സംസാരിച്ച് നോക്കാം. സംസാരിച്ച് നോക്കാന്നേ ഉള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കൊച്ചിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. ഞാൻ സംസാരിച്ച് നോക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ കൊച്ചു കൊടുക്കണമെന്ന് വിളിക്കില്ല കേട്ടാ. ഭയങ്കര ദേഷ്യക്കാരിയാണോ? ശരി നില്ലേ. ആരാ? ആ ചേട്ടാ, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നായിരുന്നു. ചേട്ടൻ വാങ്ങാന്ന് പറഞ്ഞേ. എന്നിട്ട് മാശോ? ഇല്ല, ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ പോയിക്കാ. ചേച്ചി? ഏത് ചേച്ചി? ഇവിടുത്തെ ചേട്ടന്റെ ഭാര്യ. ഒന്നും വേണ്ട, കൊച്ചി പോയിക്കോ. ചേട്ടാ, ഒരു കച്ചവടം നടക്കണല്ലേ ഏട്ടാ, കുറെ അലഞ്ഞു തിരിഞ്ഞ് വന്നതാ. വയറ്റിപ്പഴപ്പ് നടക്കട്ടെ ഏട്ടാ. കൊച്ചി നിന്റെ കച്ചവടം തറക്കാൻ വേണ്ടി പറഞ്ഞല്ല. അവന്റെ ഭാര്യയെ 3 വർഷമായി മരിച്ചു. അപ്പൊ പിന്നെ ചേട്ടൻ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞത്? ഇവിടെ എല്ലാവർക്കും അറിയാം അവന്റെ ഭാര്യ മരിച്ചു, പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവന്റെ വിശ്വാസം അവന്റെ ഭാര്യ ഇന്നുവരെ മരിച്ചിട്ടില്ല. അങ്ങനെ തിരികെ കുട്ടി,
നടക്കൂല കേട്ടാ. അവൾക്ക് എവിടെയോ പോയി കിടക്കുകയാണ്. ഇവിടെ ഒരിടം കാണാനില്ല. നിന്ന നിപ്പിലൊരു പോക്കാണ് എവിടെയെങ്കിലും. മനുഷ്യനാണ് വെഞ്ചടിപ്പിക്കാൻ. ഒരു വക പറയില്ല, പറയാതെ ഇറങ്ങി അങ്ങ് പൊക്കോളും. ബാക്കിയുള്ളവരാ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ട്. നീ എപ്പോഴും കയറി വരുമെന്ന് അറിഞ്ഞു. ബാക്കിയുള്ളവനാണ് ഇവിടെ കിടന്ന് തീ കത്തിക്കുന്നത്. ഉഫ്, കഷ്ടം. അതെല്ലാം തൂക്കി വന്നിട്ട് ഒരു വക വാങ്ങിക്കാനും പറ്റിയില്ല. ഓക്കെ. കുട്ടി കുട്ടി കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല ഇല്ലേ? ആ എങ്കിലേ പരസ്പരം നല്ലോണം മനസ്സിലാക്കുന്ന ഒരാളാണ് കല്യാണം കഴിക്കാൻ കേട്ടാ. ഇല്ലെങ്കിലേ പതിക്കൊക്കെ അങ്ങ് ഇറങ്ങി കളയും. കണ്ടില്ലേ ഇതുപോലെ നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് ഒന്നും അറിയാൻ പറ്റില്ല. അതാണ് എവിടെ പോയി എന്നൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും ഇവളൊന്നും പറയാതെ പൊക്കണം.